ഇടി പെണ്ണൊന്ന് വേഗം ആവട്ടെ, സമയം 12 മണിയായി. ആ അതെ. ആ ശരിക്ക. ഉമ്മ ഇക്ക നാളെ വൈകുന്നേരത്തേക്ക് എത്തുത്രേ. അതെ, അൽഹംദുലില്ലാ. 2 വർഷമായില്ലടി ഉണ്ണിയെ. 2.5 വർഷമായിരുന്നു. അതെ, എത്ര പെട്ടെന്ന് വർഷങ്ങളൊക്കെ പോണില്ലേ. അല്ലടി ഉണ്ണിയെ, നേരെ ഇങ്ങടല്ലേ വരിക? ആ ഇങ്ങടന്നെ, അല്ലാണ്ട് ഇപ്പൊ എവിടേക്കാണ്? അതിനവിടെ ആരും ഇല്ലല്ലോ. ഇപ്പൊ അവര് മകളുടെ അവിടെ നിന്ന് എപ്പോഴാണ് അവ വരുന്നത്? ആ ഉമ്മ, ഞാനൊന്ന് പുറത്തേക്ക് പോട്ടോ, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. ഓ ഡി, നീ വരണ്ട ഡി? എവിടേക്ക്? എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, ഞാൻ പുറത്തു പോവാ, നീ വരണ്ടോന്ന്? ഞാനും വരാം. എന്നാ വേറെ റെഡിയാവ്. ഡി പെണ്ണെ, വേഗം അത് മുറിച്ച് വെച്ചിട്ട് അവിടെ കൂടെ പോവാൻ നോക്ക്. ആ ഇക്ക വന്ന ശേഷം ഏത് നേരം നോക്കിയാലും വാലടിച്ചുകൊണ്ട് വിളതിൻ്റെ അടുത്ത് തന്നെ. എന്താണ് അത്ര മലം മുറിക്കാനുള്ളത്? കാരണം നേരം കാണാൻ കൂടി പറ്റിയിട്ടില്ല. ഒന്ന് കൊട്ടി നോക്കാം. എന്തിനാടിപ്പ ആ വാതിൽ കൊട്ടുന്നത്? അത് ഇക്ക എനിക്ക് എന്തൊക്കെ സാധനങ്ങളെ കൊണ്ടുവന്ന് നോക്ക. അയ്യോ, ഉള്ള കുട്ടിയാണല്ലോ പെട്ടിയും പൊടിക്കണം നോക്കി നിൽക്കാന്. പോത്ത് പോലെ വളർന്നു, എന്നിട്ട് ബുദ്ധി പറയുന്ന ഒരു സാധനവും ഇല്ല. നിങ്ങക്ക് എന്താ ഏടി പെണ്ണ്? അവനും അവിടെ കൂടി ഇത്തിരി മിണ്ടിയും പറഞ്ഞിരുന്നോട്ടെ. അവൻ അതിന് ഇന്നലെ വന്നല്ലേ ഉള്ളൂ. എന്തിനാ വെറുതെ നീ അതിന്റെ ഇടയിൽ കട്ടുറുമ്പാവണത്? നീ ഇങ്ങോട്ട് വാ, നിനക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. എന്നാടി ഇത് അസ്നാക്കുള്ളതാ, ഇതവൾക്ക് കൊടുക്ക്. കുറച്ച് ചോക്ലേറ്റാ. അസ്ന, ഡി അസ്ന. ആ ഇതാ വരുന്നു. എന്താ അത്ത? ഡി ഇത് നിനക്കുള്ളതാ. ഇതെന്തൊക്കാ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ ചോക്ലേറ്റ്. ഹയ്യേ, ചോക്ലേറ്റോ? ഞാനെന്ത് ഇപ്പോഴും ചെറിയ കുട്ടിയെ നിൽക്കാൻ്റെ വിചാരം? എനിക്കേ 19 വയസ്സായി. പിന്നെ 19 വയസ്സായി പിന്നെ അങ്ങടെ എല്ലാം ആയല്ലോ. ഒന്ന് പോടി. താത്താനവിടെ ഉമ്മ വിളിക്കുന്നുണ്ട്. അതെ, എന്നാ ഞാൻ ഇപ്പൊ വരാട്ടക്ക. ഇക്കാനെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. ഇക്കാന്റെ ചിരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ലെങ്കിലും ഇക്കാക്ക് താത്ത ഒട്ടും മാച്ചല്ല. ഇക്കാന്റെ അത്ര നിറമൊന്നും താത്തിയില്ല. ഇക്കാക്ക് എന്റെ അത്ര നിറമുള്ള പെണ്ണുങ്ങളെങ്കിലും വേണം. വേണമെങ്കിൽ ഇക്ക എന്നെയും കെട്ടിക്കോ, എനിക്ക് സമ്മതാ. നീ എന്തൊക്കെയാ പറയണ സ്നേഹം? നിന്റെ തമാശ കുറച്ച് കൂടുണ്ട് കേട്ടാ. അതിന് ഞാൻ തമാശ പറഞ്ഞൊന്നല്ല, എനിക്ക് ഇക്കാന് ഇഷ്ടം കല്യാണം കഴിക്കാൻ. എന്താ സ്നേഹം, നിനക്ക് ഭ്രാന്തായോ? വേണ്ടാത്ത പറഞ്ഞാണ്ടല്ലോ. അതിനിപ്പോ ഞാൻ എന്ത് വേണ്ടാത്ത പറഞ്ഞു? അങ്ങനത്തെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ 2, 3 കല്യാണം കഴിക്കണത്. പിന്നിപ്പോ എന്താ? ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ അത് ഇക്കാനെ മാത്രമായിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ ഇക്കാന്. അസ്നാം, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ നിന്നെ എന്റെ അനിയത്തിനെ പോലെ കാണുന്നത്. വേണ്ടാത്ത പോലെ ചിന്തകളുണ്ടെങ്കിൽ അത് നീ മനസ്സിനെടുത്ത് മാറ്റിക്കോ. നിന്റെ ഈ പ്രായത്തിലേ ഇങ്ങനത്തെ മോശം ചിന്തകളൊക്കെ വരും. കുറച്ചുകൂടി കഴിഞ്ഞാലേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ. നീ ഇപ്പൊ നന്നായി പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങ്. അപ്പൊ നിനക്ക് ചേർന്നൊരു ചെക്കനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നല്ല അന്തസ്സായി ഞങ്ങൾ തന്നെ നടത്തി തരാം. വേണ്ട, എനിക്ക് ഇക്കാനെ മാത്രം മതി. നീ ഒന്നും മിണ്ടാണ്ടിരിക്കാ സ്നാം. നിന്റെ ഉമ്മയും താത്തയും കേട്ടാണ്ടല്ലോ. ആര് കണ്ടാലും കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 5 ആയില്ലേ. ഇതുവരെ നിങ്ങക്ക് കുട്ടികളും മക്കളൊന്നും ആയിട്ടില്ലല്ലോ. ഇക്ക എന്നെ ഒന്ന് കല്യാണം കഴിച്ചു നോക്ക്, അപ്പൊ അറിയാം ആർക്കാ പ്രശ്നം ഉണ്ടായിരുന്നു. നിർത്തിക്കാ സ്നേഹം. നീ എന്റെ ഭാര്യന്റെ അനിയത്തെയൊന്നും ഞാൻ നോക്കില്ല. നിന്റെ റൂമിൽ നിന്ന് പോവാൻ നോക്ക്. ഓ ഇക്ക, ഉമ്മ കോഴിക്കറി വെക്കുന്നുണ്ട്. തേങ്ങ വറുത്തരച്ച് വെക്കണോ അതോ തേങ്ങ അരക്കാണ്ട് വെക്കണോ?
എന്തൊക്കാ മോൻ വല്ലാണ്ടിരിക്കുന്നു? ഇക്ക നിങ്ങളുടെ അടുത്താ ചോദിക്കണേ. അത് അത് ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ പറയുക? എന്തൊക്കാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് നമ്മുടെ അസ്നയില്ലേ, അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ആ എന്തിനാ ഇത്ര പെട്ടെന്ന് നടത്തണം? അവള് പഠിക്കല്ലേക്കാ. ഒരു പഠിപ്പ്, അവളുടെ പഠിപ്പ് എന്താന്നും എനിക്കൊന്ന് മനസ്സിലായി. എന്തൊക്കെ നിങ്ങൾ പറയണേ? ഒന്ന് നേരെ നമ്മളെ തെളിച്ച് പറയേ. ഉമ്മ വിളിക്കണ വേണ്ടിട്ട് നീ ഇപ്പൊ അങ്ങോട്ട് പോയില്ലേ? അതിനുശേഷം അസ്ന എന്റെ അടുത്ത് എന്തൊക്കെയാന്നറിയോ പറഞ്ഞു? എന്തൊക്കെയാ പറഞ്ഞ? അത് ഞാൻ കല്യാണം കഴിക്കാൻ അത് ഇക്കാനെ മാത്രമായിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ ഇക്കാന്. ഇതുവരെ നിങ്ങക്ക് കുട്ടികളും മക്കളൊന്നും ആയിട്ടില്ലല്ലോ. ഇക്ക എന്നെ ഒന്ന് കല്യാണം കഴിച്ചു നോക്ക്, അപ്പൊ അറിയാം ആർക്കാ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുമ്പട്ടോളിനെ ഞാൻ കാണിച്ചു കൊടുക്കണ്ടേ? ഫസ്ന വേണ്ട, നീ ഇപ്പൊ ചോദിക്കാനും പറയാൻ നിൽക്കണ്ട. നിന്റെ ഉമ്മാന്റെ ഇപ്പത്തെ അവസ്ഥ നിനക്കറിയാലോ, അല്ലെങ്കിലേ പ്രഷർ കൂടുതലാണ്. ഉമ്മ ഇവിടെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ചോദിക്കാം. എന്നാലും അവള് ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയല്ലോ. അവളെ ഞാൻ കൊല്ലും. ഞാനിപ്പോ വരാം. എടി നീ ഒന്ന് സമാധാനപ്പെടും ഫസ്ന, നമുക്ക് ചോദിക്കാം. താത്ത ആ ഉപ്പും കൊണ്ട് എടുക്ക്. ഡി നിന്റെ ചെവിയും പൊട്ടിയോ? ആ ഉപ്പൊന്നും കൂടെ എടുക്കുന്ന്. നിനക്കെന്താ കയ്യില്ലേ? എടുത്തൂടെ? ഫസ്ന, ഫസ്ന, എങ്കടമ്മ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഉണ്ണി കുടുംബശ്രീന്റെ മീറ്റിംഗ് ഉണ്ടെന്ന്, അതിന് പോവമ്മ. ഉണ്ണിയെ പോണു. ആ ശരി, പോയിട്ട് വാ. ഉമ്മറത്ത് വാലടിച്ചോട്ടമ്മ. ഡി, ഞാനിപ്പോ വരാം. എൻ്റെ ഒരു കൂട്ടുകാരി വീട്ടിക്ക് പോവാ. അപ്പൊ ഇക്കയോ? ഇക്ക ഇവിടെ ഉണ്ട്. ഇക്കാതെ നീ വേണം പറഞ്ഞാൽ എടുത്തു കൊടുക്കും കേട്ടോ. ഞാൻ വരാൻ കുറച്ച് വേഗം. ആ നീ ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇക്കാന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇക്ക എന്തെങ്കിലും വേണോ? വേണ്ട. എന്തൊന്നും വേണ്ടാത്ത. ഞാനൊരു ഉമ്മ തരട്ടെ? അസ്ന നീ റൂമിൽ പോ. എന്തിന്? ഇവിടെ ഇപ്പൊ ആരുമില്ലല്ലോ. ഞാനും പിന്നെ ഇക്കയും മാത്രം. അവരൊക്കെ വരാൻ ഇനിയും വൈകും. ഇക്ക് പേടിക്കൊന്നും വേണ്ട. ഞാനും അവിടെ ഇക്കാൻ്റെ അടുത്ത് ഇരിക്കട്ടെ. അസ്ന നിന്നോടാ ഞാൻ പോവാൻ പറഞ്ഞ്. ശരി, ഞാൻ പോവാ. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ഉമ്മ വേണം. ഇന്ന് ഞാൻ പോവാ. വൃത്തിയാട്ടവളെ.
എന്തൊക്കെയാണ് നീ എന്റെ ഇക്കാന്റെ അടുത്ത് പറയണത്? അപ്പൊ ഇതൊക്കെയാണെങ്കിലും നിന്റെ മനസ്സില് നിന്നെ നിന്നെ ഞാനും ഇത്രയ്ക്ക് വൃത്തികെട്ട പെണ്ണാണ് നീ എന്ന് ഞാൻ വിചാരിച്ചില്ലടി. ഇതൊക്കെ നീ എവിടെന്നാടി പഠിച്ചത്? മോശം പിടിച്ചല്ലേ എന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനോട് നിന്നെ നിന്നെ ഞാൻ പിന്നെ കൊല്ലും. ഇത് അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ. പാവം അവന്റെ ഉമ്മാനെ ആലോചിച്ച് മാത്രം ഞാൻ ഇത്ര ദിവസം ഉണ്ടാണ്ടിരുന്നത്. ഞാനൊരു കാര്യം പറയാ, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ അനിയത്തിയൊന്നും ഞാൻ നോക്കില്ല, ഒന്ന് കളയും ഞാന്. നാശം പിടിച്ചവള്. ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കുക ചെയ്യും. അതിന് നിനക്കെന്താടി? ഞങ്ങളുടെ ആർക്കാ കുഴപ്പമെന്ന് നിനക്ക് അറിയണടി ദ്രോഹി. കുടുംബം തുറച്ച് കോളാക്കാന്ന് വല്ല വിചാരം മോൾക്ക് ഉണ്ടെങ്ങാ അത് നിമിഷം മാറ്റിക്കോ. ഇല്ലെങ്കിൽ നിന്നെക്കാളും നിന്റെ വലിപ്പം കൂടി നാവുണ്ടല്ലോ ഇങ്ങോട്ട് പിഴുതെടുക്കും ഞാന്. ഇനി മേലെ നിന്റെ വൃത്തികെട്ട സ്വഭാവമായിട്ട് എന്റെ ഇക്കാന്റെ മുമ്പിലെങ്ങാനും വന്നാ നാളെക്കത്ര മൂത്ത് നിൽക്കുന്ന നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി തരാടി. നിന്റെ പഠിപ്പും ജോലിയൊക്കെ ഉണ്ടല്ലോ ഇതോടെ നിർത്തിക്കോ. ആ പാവം തള്ളനെ വിഷമിപ്പിച്ചാണ്ടല്ലോ. ഡി തല താഴ്ത്തി കൊണ്ട് നിൽക്കാണ്ടേ ഇക്കാനോട് സോറി പറയടി. നിന്നോടല്ലടി പറയാൻ പറഞ്ഞേ. സോറി. അല്ലടി മകനെ, നീ ഇപ്പൊ എന്തിനത്ര പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോണത്? അവിടെ അതിനിപ്പോ ആരും ഇല്ലല്ലോ. പോട്ടമ്മ, കുറച്ച് ദിവസമായാലും അവിടെ അങ്ങനെ വീടൊക്കെ പൂട്ടിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇക്ക വന്നല്ലോ. ഇനിയിപ്പോ അവിടെ പോയിരിക്കട്ടെ. ഇന്ന് തന്നെ പോണം. നാളെ പോവാടി ഉണ്ണിയെ. അല്ലമ്മ പോട്ടെ. ഇക്ക അവിടെ വീട് വൃത്തിയാക്കുമ്പോഴൊക്കെ അത് കഴിഞ്ഞ് ഇക്ക വിളിക്കാൻ വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാന്നു. ഇവിടെ അടുത്ത് തന്നെയല്ലേ, നിങ്ങൾക്ക് അറിയൊന്നും വേണ്ട.